2026 ലോകത്തിലെ ഏറ്റവും പ്രക്ഷുബ്ധമായ വർഷങ്ങളിൽ ഒന്നായി മാറിയേക്കാം. വലിയ പ്രകൃതി ദുരന്തങ്ങൾ, സാങ്കേതികവിദ്യ നിയന്ത്രണം വിടുമ്പോഴുള്ള ആപത്തുകൾ, കൊടിയ യുദ്ധക്കെടുതികൾ, എന്തിന് അന്യഗ്രഹ ജീവികളുടെ സമ്പർക്കം വരെ ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും 2026 എന്നാണ് പ്രവചനങ്ങൾ വരുന്നത്. ബൾഗേറിയൻ പ്രവാചക ബാബ വാങ്കയുടേതാണ് ഈ പ്രവാചനങ്ങൾ. നമുക്കറിയാം, പ്രവചനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് പോൾ നീരാളിയും നോസ്ട്രഡാമസും ഒക്കെ ആയിരിക്കും. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നോസ്ട്രഡാമസ് 20-ാം നൂറ്റാണ്ടിനെ പറ്റി നടത്തിയ പ്രവചനങ്ങളൊക്കെ അച്ചട്ടായിരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പറഞ്ഞതോടെയാണ് നോസ്ട്രഡാമസ് പ്രശസ്തനായത്. ഒടുവിൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുന്നത് മുതൽ ഊക്കോട് പഞ്ചായത്തിൽ ആര് ജയിക്കും എന്നുള്ള കാര്യങ്ങൾ വരെ നോസ്ട്രഡാമസിന്റെ പ്രവചനങ്ങളായി വന്നപ്പോഴാണ് നമ്മൾ നോസ്ട്രഡാമസിനെ അത്ര ഗൗരവമായി എടുക്കുന്നത് നിർത്തിയത്. പക്ഷേ ഇപ്പോഴത്തെ താരം എന്ന് പറയുന്നത് ബാബ വാങ്കയാണ്. 1996 അന്തരിച്ച ബാബ വാങ്ക പലപ്പോഴും ബാൽക്കൻസിലെ നോസ്ട്രഡാമസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു അന്ധയായിട്ടുള്ള ബൾഗേറിയൻ വനിതയായിരുന്നു. വർഷങ്ങളായി അവരുടെ അനുയായികൾ അവരുടെ ഭൂതകാല പ്രവചനങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ പോലുള്ളവ യഥാർത്ഥ സംഭവങ്ങളുമായി പൊരുത്തപ്പെടുന്നതിന്റെ തെളിവായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല, മരിക്കുന്നതിന് മുൻപ് ബാബ വാങ്ക മുന്നോട്ടുള്ള ഓരോ വർഷങ്ങൾക്കുമായിട്ടുള്ള തന്റെ പ്രവചനങ്ങൾ അന്ന് തന്നെ എഴുതി വെച്ചിട്ടുണ്ടത്രേ. അവരുടെ പ്രവചനങ്ങൾ പ്രകാരം 2026 ലോകത്തിലെ 7 മുതൽ 8% വരെ ഭൂഖണ്ഡ പ്രദേശങ്ങൾ, നിരന്തരമായ ഭൂമി ഉരുക്കം, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, ഗുരുതരമായ കാലാവസ്ഥാ മാറ്റങ്ങൾ തുടങ്ങിയ വിനാശകരമായ പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുമെന്നാണ് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. കൃത്രിമ ബുദ്ധിയിൽ വമ്പിച്ച കുതിച്ചുചാട്ടം 2026 ഉണ്ടാകുമെന്ന് അവർ മുൻകൂട്ടി പറഞ്ഞിരുന്നു. യന്ത്രങ്ങൾ മനുഷ്യരുടെ നിയന്ത്രണം വിട്ടു പോകുമെന്ന്, അതായത് യന്ത്രങ്ങളുടെ നിയന്ത്രണം സ്വന്തം കയ്യിലാക്കി മനുഷ്യന് ആദ്യത്തെ വെല്ലുവിളി ഈ യന്ത്രങ്ങൾ നൽകുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു. അന്യഗ്രഹ ജീവികളുമായിട്ടുള്ള സമ്പർക്കം, ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഒരു വലിയ ബഹിരാകാശ പേടകം വന്ന് പ്രവേശിക്കുമെന്നും മനുഷ്യൻ ആദ്യമായിട്ടൊരു അന്യഗ്രഹ ജീവിയെ കാണുമെന്നും അവർ പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു കാര്യമില്ലേ? വെറൈറ്റി പ്രവചനമൊന്നുമില്ലേ എന്ന് ചോദിക്കുന്നവർക്ക് ഒരു ഞെട്ടിപ്പിക്കുന്ന പ്രവചനമുണ്ട്. ലോകമഹായുദ്ധ സാധ്യത. ഇതാണോ വലിയ ഞെട്ടിപ്പിക്കുന്ന പ്രവചനം എന്ന് പറയാൻ വരട്ടെ. നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളുമായിട്ട് ഈ പ്രവചനം എവിടെയൊക്കെയോ തൊട്ടുരുമി കിടക്കുന്നില്ലേ എന്നുള്ള വസ്തുതയാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. കാരണം അങ്ങനെ ചിന്തിക്കാൻ ഈ ഒരു പ്രവചനം കൃത്യമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. കാരണം ലോകത്തിലെ കിഴക്കൻ പ്രദേശത്ത് ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്നും ക്രമേണ അത് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുമെന്നും ഈ യുദ്ധം കഴിയുമ്പോൾ ആഗോള ലോകക്രമം തന്നെ മാറിയിരിക്കുമെന്നും ബാബ വാങ്കയുടെ പ്രവചനം പറയുന്നു. അതായത് നിലവിലെ ഒന്നാമത്തെ സൂപ്പർ പവർ രാജ്യങ്ങൾ നിലം പതിക്കുമെന്നും പുതിയ സൂപ്പർ പവർ രാജ്യങ്ങളുടെ ഒരു ഉദയം ലോകം കാണുമെന്നും. തീർന്നില്ല. ഈ യുദ്ധം കഴിയുമ്പോൾ റഷ്യയിൽ നിന്നുള്ള ഒരു ലോക പ്രശസ്തനായിട്ടുള്ള നേതാവ് ലോകത്തിന്റെ രാജാവിന് തുല്യമാകുമെന്നും ലോകം മുഴുവൻ അയാളെ ദൈവത്തിനെ പോലെ കാണുമെന്നൊക്കെ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും റഷ്യയിൽ നിന്നുള്ള നേതാവാണ് അങ്ങനെയായി തീരുന്നതെങ്കിൽ റഷ്യ ആയിരിക്കും ലോകത്തിലെ ഒന്നാമത്തെ സൂപ്പർ പവർ, അല്ലേ? അങ്ങനെയാണെങ്കിൽ റഷ്യയുടെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഇന്ത്യക്ക് എന്ത് പറ്റും? അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകുമോ? ഏത് കിഴക്കൻ രാജ്യമാണ് ആ യുദ്ധം തുടങ്ങി വെക്കുന്നത്? എന്തായാലും ബാബ വാങ്കയുടെ ഈ പ്രവചനങ്ങൾ സത്യമാണോ അല്ലയോ എന്നൊക്കെ അറിയാൻ നമുക്ക് ഇനി 1.5 മാസം കൂടി കാത്തിരിക്കണം. അപ്പോഴേക്ക് 2026 ആകുമല്ലോ. 2026 ഇങ്ങനെ അടുത്തു. അതേസമയം അവരുടെ പ്രവചനങ്ങൾ കാവ്യരൂപത്തിലുള്ള അവ്യക്തമായിട്ടുള്ള വരികളാണെന്നും അതുകൊണ്ട് തന്നെ അത് വ്യാഖ്യാനത്തിന് സാധ്യതയുള്ളതാണെന്നും അതിനാൽ നിലവിലെ സംഭവങ്ങളുമായി ആളുകളുടെ മനോധർമ്മത്തിനനുസരിച്ച് എളുപ്പത്തിൽ ബന്ധിപ്പിക്കാൻ കഴിയുമെന്നും ഒക്കെയാണ് ചില വിമർശനങ്ങൾ പറയുന്നത്. എന്തു തന്നെയായാലും ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ സത്യമാണോ അല്ലയോ എന്നറിയാൻ 2026 മുഴുവൻ കാത്തിരിക്കേണ്ടി വരും. കാരണം ഈ പറയുന്ന യുദ്ധം സംഭവിക്കുകയാണെങ്കിലാണ് പിന്നീട് അങ്ങോട്ടുള്ള അനന്തര ഫലങ്ങളായിട്ടുള്ള കാര്യങ്ങളും സംഭവിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.